ഹേമന്തമൻ കൈക്കുമ്പിളിൽ ഇവിടെ കാണാനില്ലല്ലേ? ഇത് മാത്രമേ ഉള്ളൂ. അമ്മ അമ്മോ. ഓ എവിടമ്മ? ആ അമ്മ എന്റെ ബ്ലാക്ക് ടീഷർട്ട് ഉണ്ടോ? അതാ കഴിയിട്ട് എന്നെ കൂട്ടിച്ച് നോക്ക്. അപ്പൊ റെഡ് ടീഷർട്ടാ? എടാ നിന്റെ ടീഷർട്ട് എവിടെ നിനക്കല്ലേ അറിയാൻ പറ്റുള്ളൂ, എന്നോടാണോ ചോദിക്കണത്? എല്ലാ കാര്യവും സൂക്ഷിക്കണം എന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? എല്ലാം ഞാനല്ലേ ചെയ്തോണ്ടിരുന്നത്, ഇപ്പോഴല്ലേ നിങ്ങളെ ഏൽപ്പിച്ചത്. അവനെന്റെ ഷർട്ട് ഡ്രസ്സും സൂക്ഷിക്കാൻ പറ്റില്ല, പിന്നെ എന്തുണ്ടാ നിനക്കൊക്കെ? എന്താണ് ഏതാണ് എന്തായി? അവന്റെ കളസോ ഷർട്ടൊന്നും കാണില്ല. അത് കാണുന്നില്ലേ? നിന്റെ ഷർട്ട് നീ തന്നെയല്ലേ കഴിയണേ? ചില സമയം. ചില സമയത്താ നീ എന്നെ കഴിയാ മതി. അല്ല മാമ, ചില സമയം സമയം കിട്ടൂല. അയ്യോ അത് സമയം കിട്ടാത്ത ഓരോരോ ബിസി പരിപാടിയൊക്കെ ആയിട്ട് പോകുമ്പോഴേ. എന്താടാ? അവന്റെ ഡ്രസ്സൊന്നും കഴുകാൻ സമയം കിട്ടണില്ലെന്ന്. അതിനടുത്ത് വാഷിംഗ് മെഷീൻ ഇട്ടാ പോരെ? ആ വാഷിംഗ് മെഷീനിൽ ഇടാൻ പോലും ഒരു സമയമില്ല. എന്നാ നീ ഒരു കാര്യം ചെയ്യും, മുഷിഞ്ഞ ഡ്രസ്സൊക്കെ മാറ്റുവേ, ഞാൻ വാഷ് ചെയ്യുമ്പോ എന്റെ കൂടെ വാഷ് ചെയ്യാം. ആ അത് വേണ്ട കേട്ടാ. ഈ അടുത്താണ് ഇവരുടെ ഡ്രസ്സ് ഇവരോട് കഴുകാൻ ഞാൻ പറഞ്ഞിരിക്കണേ. അത് ശീലിപ്പിച്ചോണ്ട് വരിക, പിന്നെ അതങ്ങ് പോവും. പിന്നെ മുമ്പ് ഞാനെല്ലാം ചെയ്തോണ്ടിരുന്നേ. എന്നാലും എന്റെ ഒരു 3-4 ടീഷർട്ട് ഇപ്പൊ കാണാനില്ല. എടാ എന്റെ 1-2-3-4 ടീഷർട്ട് അവിടെ ബാഗിലിട്ടുണ്ട്, അവിടെ പോയി എടുത്തോ. അല്ല മാമ, മാമന്റെ ടീഷർട്ട് എനിക്ക് സെറ്റ് ആവൂല. ചെന്നൈ പോകുന്നതിന് മുമ്പേ കുറച്ച് ഡ്രസ്സ് വാങ്ങണം കേട്ടോ, അങ്ങ് കൊണ്ടുപോകാനായിട്ട്. പോകുന്നതിന് മുമ്പ് ഞാൻ കുറേ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടാ, അത് മതി. പിന്നെ ഡ്രസ്സ് വേണ്ട അമ്മ. ശിവ, ഡ്രസ്സൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. കുറേ ഡ്രസ്സ് മേടിച്ച് പൈസ കളയരുത്. മകള് പോണ മാമ വാങ്ങിച്ചു ഡ്രസ് കേട്ടാ. എന്തിന്? ഇപ്പൊ അടുത്ത ഡ്രസ്സ് മേടിച്ച് കൊടുത്തേ ഉള്ളൂ, അതൊരു ശീലാവും. പിന്നെ എന്റെ കാര്യം ആയതുകൊണ്ടായിരിക്കുമല്ലോ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ. എന്റെ പൊന്നോ, ഇതിനെ കൊണ്ട് തോറ്റിട്ടാ. ചേച്ചി, ഇവള് പറയണേല് കാര്യമുണ്ട് കേട്ടാ. നമുക്ക് ആർക്കും ഇവളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. തമാശക്ക് പോലും അങ്ങനെ പറഞ്ഞേക്കല്ലേട്ടാ. എന്റെ പൊന്നോ, അതിൽ കയറി പിടിക്കും. പിന്നെ സംഗതി അമ്മായി എന്നെ കളിയാക്കിയതാണെങ്കിലും അമ്മായി പറഞ്ഞതിൽ തന്നെയാണ് കാര്യം. അതെന്ത് മക്കൾ അങ്ങനെ പറയണേ? അമ്മ അച്ഛനും നിങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ? അമ്മ എന്റെ ഒരു കറുത്ത ജീൻസ് ഉണ്ടായിരുന്നോ? കേശു, എന്റെ ഒരു ബ്ലൂ സാരി നീ കണ്ടായിരുന്ന? അതങ്ങനെ അമ്മ, അമ്മയുടെ സാരിയൊക്കെ എനിക്കറിയാവുന്ന എവിടെ ഇരിക്കണമെന്ന്. അതെങ്ങനെയാ നിന്റെ കറുത്ത ജീൻസ് ഒക്കെ എനിക്കറിയാൻ പറ്റണേ? അപ്പൊ അമ്മ തമാശ പറയാൻ നിൽക്കുമായിരുന്നില്ലേ? കേട്ടാ ഗൗരി, പണ്ട് ചില ഞായറാഴ്ച ദിവസങ്ങളിലേ അലക്കാനുള്ള ഡ്രസ്സെല്ലാം കൂടെ എടുത്തോണ്ട് ഞാനും ചേച്ചിയും കൂടെ ആറ്റിൻ്റെ കരയിലോട്ട് പോകും. എന്നിട്ട് അവിടുത്തെ കല്ലിലിട്ട് അടിച്ച് നനച്ചൊരു കഴിയലാണ്. എങ്ങനെ അറിയോ? ബെഡ്ഷീറ്റ് ഡ്രസ്സൊക്കെ എടുത്തിട്ട് അടിച്ച് കഴുകി. അതൊക്കെ ഒരു കാലം. അതങ്ങ് അങ്ങനെയൊക്കെ ആയിരുന്നു ലൈഫ്. നമ്മൾ രണ്ടിനും കൂടെയാണ് തുണിയൊക്കെ കഴുകണത്. എന്തൊരു സ്നേഹമായിരുന്നു അല്ലേ? ഇപ്പോഴും സ്നേഹം. ഇത് സ്വന്തം ഡ്രസ്സ് കഴുകാനും വയ്യ, സൂക്ഷിക്കാനും വയ്യ. ആരോ എന്റെ ഡ്രസ്സ് മോഷ്ടിച്ചെന്ന് പരാതി. എന്ത് മനുഷ്യരുടെ. ഇവിടെ ഒരുത്തൈ ഒരു 3-4 ടീഷർട്ട് കാണാനില്ലെന്ന് പറഞ്ഞപ്പോ പണ്ടത്തെ പറഞ്ഞോണ്ട് വന്നേക്കണ്. അയ്യോ കല്ലു, എന്താ കരയാണ? എന്ത് പറ്റി കുഞ്ഞിന്? വിശക്കണ്. അയ്യോ കൊച്ചിന് പാപ്പ കൊടുക്കട്ടെ. കൊണ്ടോ പാപ്പം തരാം കേട്ടാ. കുഞ്ഞിനെന്താ വേണ്ടേ കഴിക്കാൻ? ബാഗാണോ കഴിക്കാൻ പോണേ? അതാ തരാം. കടയിൽ പോണം. എവിടെ പോയിട്ട് വരുവോ? ഞാനും കടയിൽ പോയിട്ട് വന്നു. കുറച്ച് പേന മേടിച്ചത്. ഈടായിട്ട് എന്റെ പേന ഒന്നും കാണാനില്ല. എവിടെ പോണെന്ന് അറിഞ്ഞൂടാ. എന്റെ അടുത്ത് വയ്ക്കണ്ട. ഓ നൈസിൽ അതങ്ങ് ബ്ലോക്ക് ചെയ്ത്. നീയും ആ കല്ലും കൂടാണ് എന്റെ പേന മൊത്തം എടുത്തോണ്ട് പോണത്. ശിവ, നീ കേക്കണം. ഒരു ദിവസം ഞാൻ നോക്കുമ്പോ ഈ മാവിന്റെ ചവിട്ടി കിടക്കണം എന്റെ ഒരു ബ്ലാക്ക് പെന്ന്. മാവിന്നല്ലേ? മാങ്ങയാണോ അതോ വീടുന്ന്? പേനയാണ്. പേനല്ലടി, തേങ്ങ. കൂടി കളിച്ച് ഇവിടെ കെട്ടിടും കേട്ടല്ലേ? തന്നെ വാ പോവാം. പോ ജല്ലി. ഇങ്ങോട്ട് വാ. കാര്യം പറയണേ. പാടി ഇങ്ങോട്ട്. ഈ ടീഷർട്ട് ആരുടെ? ഈ ടീഷർട്ട് നിന്റെ.
എന്റെ നീ എത്ര അവിടെ നോക്കിയെന്നറിയോ നിനക്ക്? അയ്യോ ഇതെന്റെ കയ്യിലിട്ടിട്ട് ഇപ്പൊ എത്ര നാളായി. ഞാൻ ചെന്നൈയിലൊക്കെ കൊണ്ടുപോയി ഇപ്പഴത്തേക്ക് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് തിരിച്ചുകൊണ്ടുവന്നെയാണ്. എന്ത് ഞാൻ അവിടെ കിടന്ന് അലറി വിളിച്ചപ്പോ നീ എവിടെ ആയിരുന്നടി? നീ ഇത് കേട്ടില്ലേ? നീ ഇത് നീ എപ്പോഴും അലറി വിളിയാണല്ലോ. എപ്പോഴാണ് അലറി വിളിച്ചത്? പെണ്ണേ, എന്റെ ബ്ലാക്ക് ടീഷർട്ട് എന്റെ റെഡ് ടീഷർട്ട് കണ്ടോന്ന് ഞാൻ അവിടെ കിടന്ന് വിളിച്ച്. അപ്പൊ മരക്കുറ്റി പോലെ നീ ഒന്ന് ഫ്രണ്ടിൽ നിപ്പുണ്ടായിരുന്നല്ല, എന്തേ ഒന്നും ഒഴിഞ്ഞില്ല? ആ അത് ഈ റെഡ് ടീഷർട്ട് ആയിരുന്നോ? മനുഷ്യൻ മനസ്സിലാവുന്ന രീതിയിൽ പറയണ്ടേ. ഇനിയിപ്പോ എന്തായാലും കടയിൽ പോയിട്ട് വരാം. എവിടെയും പോവാൻ നിൽക്കണ്ട, ഊരിടല്ലേ. എടാ എന്തായാലും ഇട്ടടാ, ഇനി കടയിൽ പോയിട്ട് ഊരിടാം. നീ അത് ഊരി ഇട്ടിട്ട് വേറെ ഡ്രസ്സ് ഇട്ടോണ്ട് പോയാ മതി. കേശു എന്താണ് എനിക്ക്? പോയി ഊരി. ഇപ്പൊ നടക്കങ്ങോട്ട്. ബാക്കിയുള്ളവൻ ടീഷർട്ട് കാണാനില്ല, ടീഷർട്ട് കാണാനില്ല വിളിക്കുമ്പോ കളിയാണ്. എന്തിന്റെ കേടായിരുന്നു? വരട്ടങ്ങോട്ട് കാണിച്ചു കൊടുക്കാം. അയ്യോ ആരെങ്കിലും ഓടി വരട്ടെ. അമ്മ ഒന്നും പറ്റിയൊന്നുമില്ല. ഞാൻ നടന്നു വന്ന് ക്ഷീണിച്ച്. പക്ഷെ പേടിപ്പിച്ചാണെന്നല്ല. ചിനാമി ഇച്ചിരി വെള്ളം കൊണ്ടുവന്നോ പ്ലീസ്. പക്ഷെ പേടിച്ചു പോയി. കൊണ്ടുവന്ന് താടോ. ഇവിടെ വേണ്ട, വരാ ഇറങ്ങി അടുക്കളേക്ക് ഇറങ്ങി എടുത്ത് കുടിച്ചോ. ഇച്ചിരി വെള്ളം എടുത്തു കളി. ഒച്ചയും ബഹളമായിരുന്നു എന്റെ അമ്മേ. കല്യാണം കഴിച്ച ഒരു കൊച്ചിന്റെ തള്ളയാണ് കാണിക്കാൻ കണ്ടിട്ടുണ്ടെങ്കിൽ 3ാം ക്ലാസ്സിൽ പഠിക്കണ കൊച്ചു പോലും ഇങ്ങനെ കാണിക്കൂല. കൊച്ചു പോലും ഇങ്ങനെ കാണിക്കൂല അല്ല കുഞ്ഞേ? അത് തന്നെ. എന്തോന്ന് ഇങ്ങനെ ചോദിച്ചേ? നാണോ ഇല്ലയെന്ന് ചോദിച്ചേ? ചോദിക്ക നാണോ ഇല്ലയെന്ന് ചോദിക്കേ. ആ ഇച്ചിരി കുറവാ. ഞാനും അടി തരുവേ. നന്നായി കൂടെ എന്ന് ചോദിച്ചേ. നന്നായി കൂടെ എന്ന് ചോദിച്ചേ. തനിക്ക് നന്നായി കൂടെ? പറ്റില്ല എന്നോ? അപ്പൊ എനിക്കും പറ്റില്ല. പോയിട്ട് എന്തായി? പോയിട്ട് എന്താവാൻ, അവിടെ വീട്ടിലേക്ക് ഒരു സാധനം മേടിച്ചു കൊടുക്കാനുണ്ടായിരുന്നു. പിന്നെ അടുത്ത ജംഗ്ഷനിൽ പോയി അതൊക്കെ മേടിച്ചു കൊടുത്ത്, അച്ഛനും അമ്മയ്ക്കും കുറച്ച് മരുന്നൊക്കെ ഉണ്ടായിരുന്നു മേടിക്കാൻ, അതും മേടിച്ചു കൊടുത്ത്. അപ്പൊ പറഞ്ഞു കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞു. അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോ നല്ല കണവത്തോരനും പച്ചയില പൊരിച്ചതും. എന്റെ മോനെ കേശു, ഇത്ര ഓവറാക്കൊന്നും വേണ്ട. ഇവിടെ നല്ല ഫുഡൊക്കെ ആയിരുന്നു. ഇവിടെ എന്തായിരുന്നു? ചോറ്, രസം, അച്ചാറ്, വാഴക്കത്തോരെ. ബാവ് നല്ലതാ. നന്നായി ഞാൻ അവിടെ നിന്ന് കഴിച്ചത്. അയ്യോ, അല്ലെങ്കിൽ ഇവിടെ നല്ല ഫുഡൊന്നും കഴിക്കാറില്ലല്ലോ. ഓ നല്ല ആഹാരം കഴിച്ച കാര്യം പറഞ്ഞു. നീ വാട്ട അടുക്കളയിലേക്ക് ഫുഡ് താന്നും പറഞ്ഞു തരാം. സോറി അമ്മ. ഈ സോറി കേട്ടാ പിന്നെ നമ്മൾ അരിഞ്ഞു പോകുമല്ലോ. അതെ അതെ. കുഞ്ഞു വാ, കുഞ്ഞിന് അപ്പോഴും അമ്മ ഫുഡ് തരാം കേട്ടാ. നീ വന്നാ? യെസ് ഐ ആം ബാക്ക്. എന്ത് ഒരു തളർച്ച? ഒരു 40 വരെ ലാഭിക്കാൻ വേണ്ടി ആ വാഴക്കാലയിൽ ഇവിടെ വരെ നടന്നതാണ്. ഒരു കാര്യം ഉണ്ടായില്ല. നിനക്ക് പറ്റാവുന്ന പണി ഏതാ പോരെ മക്കളെ? കുട്ടുവാമ കുഴപ്പമില്ല, നടക്കണമല്ല തന്നെ. അല്ലേ? സ്ട്രോങ്. പിന്നെ അല്ലേ? എക്സ്ക്യൂസ് മീ, യെസ്. ഒന്ന് എണീക്ക്. എന്തിനാ? എണീക്ക്. കാര്യം പറടാ. എണീരേജി. എന്തുവാ? ആ ഗ്ലാസ് അങ്ങോട്ട് നീക്കും, അത് പൊട്ടണ്ടെങ്കിൽ. ഞാൻ ചോദിക്കുന്നുണ്ടൊന്നും തോന്നരുത്. ഈ ടീഷർട്ട് പഴയ ടീഷർട്ട്. പഴയ ടീഷർട്ട് എന്നൊക്കെ ഓക്കെ, എന്റെ അല്ലേ? എടാ നിന്റെ പുതിയ ടീഷർട്ട് അല്ലേ ഇത്? കുറച്ച് പഴയതായതാ. ചേച്ചി ഉമ്മ കളിക്കല്ലേട്ടാ, എന്റെ ടീഷർട്ട് അല്ലേ ഇത്? ആ നിന്റെ തന്നെ എന്ത് കുഴപ്പം? ഞാൻ ഒന്ന് സോയപ്പ കട്ടിന്റെ അടിയിൽ വെറുതെ കിടക്കുമായിരുന്നു. ഞാൻ പിന്നെ ഒന്ന് കുളിപ്പിച്ചെടുത്ത്. അയ്യോ, കുളിപ്പിച്ചെടുത്ത്. അമ്മയല്ലേ അമ്മ പറഞ്ഞു ഈ കറുത്ത ടീഷർട്ട് അമ്മ അലക്കിട്ടേക്കണെന്ന്? അത് ഇതല്ലാന്ന് തോന്നുന്നു. അതില് അത് ശിവയുടെ അല്ലായിരുന്നാ? ആ ശിവയുടെ ആയിരുന്നടാ അത്. ഇതല്ലായിരുന്നു. സ്ത്രീകളെ തൊട്ട് അനിയനെ നോക്കൂല ഞാൻ. അകത്താക്കുവേ. ഞാൻ അവളുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ നിൽക്കണം. അവള് തിരിച്ചടിക്കൊണ്ട് നിന്നെ. ആ അമ്മ എന്റെ ഒന്ന് ഇട്ടെന്ന് വെച്ചാൽ എന്താണ് തേഞ്ഞു പോകും. അത് അവള് ഇട്ടിട്ട് കഴിയാക്കി തരും. പ്രശ്നം തീർന്നില്ലേ? എടാ ഒന്നാമത് ഈ വീട്ടിൽ അംഗസംഖ്യ കൂടുതലാണ്. കഴിക്കാനും കുടിക്കാനും ഉടുക്കാനുള്ളതൊക്കെ തികയണ്ടേ? അതുകൊണ്ട് നമുക്ക് മാറ്റി മറിച്ചൊക്കെ ഇടാ. എന്റെ ലച്ചുമോള് പഴയ ലച്ചുമോള് തന്നെ. ഡയലോഗ് അടിച്ച് ഏത് പ്രതിസന്ധി ഘട്ടത്തെയും തരണം ചെയ്യും അല്ല മക്കളെ? പിന്നല്ല. അല്ലെങ്കിലും നാക്കില്ലെങ്കിൽ ലച്ചുല്ലരാ. അമ്മ ലച്ചു വാ, നിനക്ക് ഞാൻ ചായയും തരാം. കൊതിപ്പിച്ച് ഇതകത്ത് വെച്ചാരെ. ബാ വാ. എന്റെ 2 ടീഷർട്ട് ഞാൻ ഇവിടെ എത്ര ഇടം തപ്പിയതെന്ന് പറയുന്നത്. രണ്ടും ഇനിയുണ്ട്, 2 കൂടെ. എടേ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട് കേശു. ഉള്ളതോടെ തൃപ്തിപ്പെടായി. എങ്ങനെയുണ്ട്? കൊള്ളാവോ? രസമുണ്ടാ? ആ ഇത് കൊള്ളാടാ, നല്ല ഫാഷൻ. ഇത് നിനക്ക് ചേരുന്നുണ്ട്. സത്യം അടിപൊളിയായിട്ടുണ്ട് അല്ലേ? എവിടെ നിർത്തേ?
എടാ പാത്രം കഴിവണം. കിട്ടിയ സമയത്തിന് ഇതങ്ങ് തീർക്കാന്ന് വിചാരിച്ചു. എന്നെ വിളിക്കാത്ത നീ പിന്നെ എന്തിനാ വിളിക്കണേ? എനിക്കാണെങ്കിൽ ഒരു അബദ്ധം പറ്റിയത്, എന്റെ കൈ തട്ടിയതേ കുറച്ച് വെള്ളം താഴെ പോയി. ഇനിയിപ്പോ തറ തുടയ്ക്കണം. അവളെവിടെ ശിവ? ശിവയാ? അയ്യോ, അതിനെ വിളിക്കാൻ പറ്റില്ല. ചെന്നൈ ഗേൾ സ്റ്റുഡന്റ് അല്ലേ. സ്റ്റുഡന്റിനോട് പവറ് உங்களுக்கு தெரியாது. உன் தங்கச்சியோட பவரும் உங்களுக்கு தெரியாது. என்ன காட்டு தரணுமா? മമ്മായി ഇവിടെ പുടി ഇവ വന്ന് ரொம்ப പൈത്യക്കാരി. ஆஹா ஆஹா നേത്തോട്ട് ചെറിയ വിഷയമാണ്, അടി ഉണ്ടാക്കാതെ. മമ്മായി വിട്ടേ. കുറെ നേരമായി. ഇതിന്റെ സ്വഭാവം മാറും, മിണ്ടാ. ഞാൻ ഇത് ചെന്നൈക്കാരിയാ. ഒന്നുകൂടെ ആ, പറഞ്ഞോ. നീ ചെന്നിക്കാരി തന്നെയാ. ചെന്നൈ എന്ത് പറ്റി? എന്താണ് നത്തിങ്. പിന്നെ എന്താണ് പൊട്ടൻ ചീരിലോ കേൾക്കണില്ല? അതിവിടെ സർവ്വസാധാരണമാണല്ലോ. സർവ്വസാധാരണം ആയിക്കോട്ടെ, പക്ഷെ എനിക്ക് ആ റൂമില് മനസമാധാനത്തോടെ ഇരിക്കാനോ കിടക്കാനോ പറ്റാറില്ല. എപ്പോഴാണ് ഇവിടെ നിന്ന് ബഹളം പൊട്ടിപ്പുറപ്പെടേന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ കാതും കുറിപ്പിച്ച് ശ്രദ്ധയോടെയാണ് അവിടെ ഇരിക്കുന്നത്. എന്തോ പറഞ്ഞു ഇത് എവിടെ പോണേ? ഇത് കുറച്ച് ഓവറാണ്. പറഞ്ഞ മാമൻ പോകുന്നതിൽ ഒരു തെറ്റുമില്ല. ഇവിടെ അങ്ങനെയാണല്ലോ, എല്ലാരും കുറച്ച് ഓവറാണല്ലോ. അതുകൊണ്ട് തന്നെ ആരും ഒന്നും മിണ്ടാൻ നിൽക്കണ്ട. ഗൗരി, നീ വരുന്നുണ്ടാ? ആ ഞാൻ പറഞ്ഞു. ഇല്ല, നിർബന്ധമില്ല, അവിടെ നിൽക്കണേ നിന്നോ. എന്തോന്ന് വന്നാ ഇവിടെ നിന്ന് സംസാരിക്കാതെ എല്ലാം കൂടെ പോയേ. എനിക്ക് ഇവിടെ ഇഷ്ടംപോലെ ജോലിയുണ്ട്. തറയൊക്കെ തുടയ്ക്കണം. എന്റെ ദൈവമേ, എവിടുന്ന് ഈ ടീഷർട്ട്? കുട്ടുമാമ. വേണ്ട വേണ്ട, സത്യം പറയേച്ചി, ചേച്ചിയുടെ ഈ പാതാര വിന്തങ്ങളുടെ അടിയിൽ എങ്ങനെ വന്നു എന്റെ ടീഷർട്ട്? അത് വന്നതല്ലല്ലോ, ഞാൻ ചവിട്ടിയതല്ലേ. ഓ, ചവിട്ടിയതെന്ന്. ഇതെന്താരെന്നറിയൂ? ഇത് ഒരു കഷ്ണം തുണി. ഇത് ഒരു സമയം ഞാൻ ഇഷ്ടം പോലെ ഇട്ടോണ്ട് നടന്നിട്ടുള്ളതാണത്. ഓ ഭാഗ്യം, ഒരു സമയം ഇട്ടോണ്ടിരുന്നല്ലേ. അപ്പൊ നല്ല പഴയതാണ്, ഒരു കുഴപ്പമില്ല. ഒരു സമയം എന്ന് പറഞ്ഞാൽ 10-16 കൊല്ലം മുമ്പൊന്നും അല്ല, 2 ആഴ്ച മുമ്പ് വരെ. അതിനുശേഷം ഇത് ആരോ തുടയ്ക്കാനെടുത്ത്, പിന്നാണ് ഞാനിത് കണ്ടിട്ടില്ലതേ. കേശു, അതെ, നിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വിശന്ന് വലിയൊരു പുലിയുടെ അവസ്ഥയാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇത് ഞാൻ അറിഞ്ഞോണ്ടെടുത്തല്ല. ഞാൻ വർക്ക് ഏരിയയിൽ അവിടെ മേശയുടെ താഴെ കിടക്കുമായിരുന്നു. അപ്പൊ ഞാനെടുത്ത് ഇങ്ങനെ തുടയ്ക്കാൻ. വർക്ക് ഏരിയയുടെ അവിടെ? അപ്പൊ ചേച്ചി അല്ല അവിടെ കൊണ്ടുവിട്ടത്? ഞാനല്ല, അമ്മയായിരിക്കും. ചേച്ചി കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം എന്റെ കളർ ഉണ്ടല്ലേ, ആരും എടുത്ത് തുടച്ചു പോകും. അത്രയ്ക്ക് വൃത്തിയായിട്ട കളറാണ്. നീ ശ്രദ്ധിച്ച നിന്റെ ഭർത്താവിന് അവന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ശരിയാണ്. ശരിയാണ്. നീ വരണുണ്ടോ ഇപ്പം? ഒന്ന് കൂടെ ചെല്ലുവോ? പോ, തള്ളിയിടാതെ. പോ പോ പോ, രണ്ടുപേരും പോ. പോ പോ, നീയും പോ. നീ അവിടുത്തെ പണി തീർക്കട്ടെ. പോ. നമുക്ക് ഇത്ര ഡ്രസ് ഉണ്ടായിരുന്നേ. ഇപ്പൊ ആപ്പാടുള്ളതാ ഇത്രയും പോണ ഡ്രസ്സ്. ഞാൻ തേതിടായി 2 ഡ്രസ് അവിടെ പോയി. 2 ഡ്രസ് കാണാൻ, ഒരു ജീൻസ് കാണാൻ. കീറിയ ഷർട്ട് ഇട്ട് കുറെ പഴന്തുണി വാരിയിട്ട് നീ പിച്ചിമ്പയൊക്കെ പറയണെന്ത്? നീ ഓക്കെ അല്ലേ? പിന്നെ ഞാൻ ഓക്കെ ആണല്ലോ മാമ, എനിക്കൊരു കുഴപ്പമില്ലല്ലോ. കണ്ടില്ലേ ഇപ്പൊ ഉള്ളതാ. എന്തുമാത്രം ഡ്രസ് ഉണ്ടായിരുന്ന കേച്ചോന്നറിയോ? ഇപ്പൊ ഒന്നുമില്ല. 1 മാസം മുമ്പ് വരെ രാജാവായിരുന്നു, രാജാവ്. ഇപ്പൊ ഇതാണ് അവസ്ഥ. വലിയൊരു കോൺട്രാക്ടറിന്റെയും കമ്പനി മാനേജറിന്റെയും മോനാണ്. എടാ പക്ഷെ നീ ഇട്ടേക്കണ ഷർട്ടും കൊള്ളാം, പിന്നെ എന്തോ അവിടെ കിടക്കണേ കൊള്ളാം. അമ്മ ഈ അവസരം മുതലാക്കി കളിയാക്കല്ലേ കേട്ടാ. എടാ ഇപ്പൊ ഇതൊക്കെയല്ലേ ഫാഷൻ. ഏത്? ഇതാ ഈ കീറിയതാ? എടാ ഇത് മാത്രമല്ലല്ലോ, 2-3 കൂടെ കാണണമല്ലോ അലമാരിയില്. ഓ, അവിടെ ഇരിക്കണം. നീ പോയ ശിവ. ശ്രീ, നമ്മുടെ കയ്യിൽ പഴയ വല്ല ടീഷർട്ട് ഉണ്ടോ? ഉണ്ടല്ലോ, പക്ഷെ അതിന്റെ കഷം കീറിപ്പോയി. അത് കുഴപ്പമില്ല, ഇവൻ പൊത്തി പിടിച്ച് നടന്നോളും അല്ലേടാ. അമ്മായി ഇപ്പൊ ലച്ചി ചേച്ചിയുടെ കൂടെ കൂടിയതിന് ശേഷം എന്നെ അങ്ങ് താറ്റാൻ മിടിക്കായിട്ടുണ്ടേ. വേണ്ടേ മാമ ഇത് വിലക്കണേ? ഡേ നീ ഇപ്പൊ ദേഷ്യം വരുമ്പോ എന്ത് വിളിച്ച് പറയുന്നുണ്ടേ? അത് വേണ്ടേ, അങ്ങ് വിലക്കിക്കോട്ടാ. അങ്ങനെ പറയല്ലേ. ഉടുതുണി ഇല്ലാത്തൊരു യുവാവിന്റെ ആത്മരോധനമല്ലേ ഈ കേൾക്കുന്നത്? കരളളിപ്പിക്കുന്ന രംഗമല്ലേ, പരിഹസിക്കാൻ പാടുണ്ടോ? അതെ മാമ, കിഡ്നി ടച്ചിങ്. ഇതാര്? ശൂലംകുടി ബാലചന്ദ്രൻ നമ്പിയാ? അമ്മ, കൊച്ചു പിള്ളേരെ വിളിക്കുന്ന പോലെ ഉണ്ട്. ഓറി. അമ്മ, എന്താടാ കേശു? മാമ, അമ്മ എന്താ? ഇങ്ങോട്ട് വന്നേ. എന്ത് കണ്ടാ? ഇത് കണ്ടാ? ആ ശിവ, ആ മണ്ണെണ്ണ കുപ്പി എന്ത് ചെയ്യപ്പെട്ട് എടുത്തിട്ട് വന്നേ, കത്തിച്ചോളെ. ഓക്കെ അമ്മ. ചേച്ചി അത് അവനെ ഡ്രസ്സ് കൂടുതലായോണ്ടേ ഡൊണേറ്റ് ആയിട്ടിരിക്കണേ. അമ്മായി വേണ്ട കേട്ടാ. അമ്മായിക്കുള്ള ഞാൻ പിന്നെ തരാവേ. ശരി, താങ്ക് യു.
എന്റെ അമ്മേന്റെ ഇഷ്ടം പോലെ ഡ്രസ്സ് ഉണ്ട്. അമ്മയുടെ കയ്യിൽ നിന്ന് ഈ പേരും പറഞ്ഞ് പൈസ മേടിച്ച് വേറെ ഡ്രസ്സ് മേടിക്കാനുള്ള അടവാണ്. പിന്നെ ഇപ്പൊ കൊടുക്കാവന്. ഞാൻ തൂത്ത് വരുമ്പോ കട്ടിന്റെ അടിയിൽ നിന്ന് മലമാരുടെ അടിയിൽ നിന്നൊക്കെ ഇവന്റെ ഡ്രസ്സ് പറക്കല എപ്പോഴും. അതിന് ഞാനിപ്പോ ആരോടെങ്കിലും എനിക്ക് പുതിയ ഡ്രസ്സ് മേടിച്ചു തരാൻ പറഞ്ഞാ? ഞാൻ എന്തായാലും ഒരു കാര്യം പറയാം. ആ ചേട്ടനെ സപ്പോർട്ട് ചെയ്യാൻ അനീതി വന്നല്ലോ. ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യുന്നതല്ല, ഒരു ഫാക്ട് പറയുവാണ്. കേശുരി ഇപ്പൊ ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ട് കുറച്ച് മാസങ്ങളായി. അതിവിടെ ഒരു പ്രശ്നമേ ഇല്ല, കാരണം അവൻ എന്തുകൊണ്ടും തൃപ്തിപ്പെടുന്നവനാണല്ലോ. അത് തെറ്റ്. ആഹാരം എത്ര കിട്ടിയാലും അവൻ തൃപ്തിപ്പെടാറില്ല. മാമ എടാ നീ വാ, നമ്മൾ പുറത്തോട്ട് വാ. നിനക്ക് എത്ര ഡ്രസ്സ് വേണം? മാമൻ വാങ്ങിച്ചു തരാ. വേണ്ട മാമ, മാമീന് എനിക്ക് ഡ്രസ്സ് മേടിച്ചു തന്നാലേ അമ്മായി മാമിന് രാത്രി കടത്തി ഉറക്കൂല. ഡേ ഡ്രസ് വാങ്ങിച്ചെന്നാ എടേ, കളി വേറെ കാര്യം വേറെ കേട്ടാ. കേശുവേ, ഈ ഡ്രസ്സ് ഒന്നും എനിക്ക് ഇനി ഇടാൻ പറ്റില്ലല്ലോ. ഇത് വേണമെങ്കിൽ ഇടാം, വേറെ ഒന്നും ഇല്ല ഇടാൻ. ഏത്? ഇത് മാത്രമേ ഉള്ളൂ ഇടാൻ. ഒന്നും ഇടാൻ കൊള്ളൂല. ഇല്ലെന്ന് ഒന്നിനും കൊള്ളൂല. എന്തിനു ചെയ്യാൻ പോണ്? ആ നന്നായി. എന്തിനാ എടാ, അത് കൊള്ളില്ലല്ലോ. ഇടാൻ പറ്റുമായിരുന്നു. അത് കുഴപ്പമില്ല. അതെടുത്തേ കുറച്ച് കീറിക്കോളൂ, അവ ഇട്ടോളൂ. ഫാഷൻ അല്ലേടാ. പഴയതാണെങ്കിൽ തുണികൾ അങ്ങനെ എടുത്ത് കളയാൻ കൊള്ളാമോ? അവനല്ലേ പറഞ്ഞ അവന് ആവശ്യമില്ലെന്ന്. അപ്പൊ പിന്നെ എടുത്ത് നല്ല കാര്യമായി. ആടാ ഞാൻ വരാടാ. ഓ സംഭവം മമ്മിയെ ഈ തുണിയെല്ലാം എടുത്ത് അലക്കായിട്ട്. ഓ ഞാൻ എത്ര പെട്ടെന്ന് വരാൻ നോക്കാം. ശരി. കീറിയത് തയ്ക്കണം അവന്. മാമന് കണ്ടിട്ട് എന്ത് തോന്നുന്നു? തയ്യൽ എവിടെ നിന്ന് പഠിച്ചു? തപാലു നന്നായടാ. നീ പടവലത്തെ സ്ഥലമാകുമ്പോഴേ കൃഷി ഇത്തിരി മോശപ്പെട്ടാലും അവിടെ എവിടെയെങ്കിലും ഒരു ചെറിയ തയ്യക്കട അങ്ങനെ തുടങ്ങാം. അന്നം മുട്ടൂല. എന്ത് എന്തൊന്നാണ് കാണിക്കുന്നത്? കണ്ടിട്ട് കുറച്ച് ഓവറാണെന്ന് തോന്നുന്നുണ്ടാ? തന്നെ ഓവർ തന്നെ. എന്ത് ഇമോഷൻ വന്നാലും ഓവറിന്റെ അങ്ങ് അറ്റം കാണിക്കുന്ന ഒരു മനുഷ്യന്റെ മോനാണ് ഞാൻ. അപ്പൊ ഇത്ര ഓവറെങ്കിലും കാണിക്കണം. സൺ ഓഫ് എ സൈക്കോ ഫാദർ. അല്ല നീ ഇതൊക്കെ ഇപ്പൊ തുന്നിട്ട് ഇപ്പൊ എങ്ങോട്ടാണ് ഇത്ര ധൃതിക്ക് പോകുന്നത്? എനിക്കൊരു സ്ഥലം വരെ പോവാണ്ട്. തയ്ക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാറ്റൊക്കെ കൊണ്ട് ഫുൾ ഫീൽ അങ്ങ് പോവായിരുന്നു. സൂപ്പർ കിടു. എല്ലാം നല്ല പക്ക സാഡിസ്റ്റുകള്. പക്ക എന്ന് പറഞ്ഞ പക്ക. ഇവിടെ ഒരുത്തൈ അവസ്ഥപ്പെട്ടിരിക്കണ്. എല്ലാരും കൂടെ 4 സൈഡിൽ നിന്ന് കുത്തി. ഇത്ര ഡയലോഗ് ഒന്നും വേണ്ട കേട്ടാ. ഇവിടെ എല്ലാവരെ പോലും തന്നെയാണ് നീയും. ഇവിടെ ആർക്കും കളിയാക്കലിട്ടിട്ട് അവരുടെ മാനസിക നില തകർന്നിട്ടൊന്നുമില്ല. മറിച്ച് മനക്കെട്ടി കൂടിയിട്ടേ ഉള്ളൂ. മറ്റുള്ളവനൊരു പ്രശ്നം വരുമ്പോ പറയാം, എല്ലാം നല്ല ചിരിച്ച മുഖത്തോടെ ഫേസ് ചെയ്യണമെന്ന്. സ്വന്തമായിട്ട് വരുമ്പോ അറിയാടി തകർന്നടിയണം. ഇതെന്തരാണിത്? കടുത്ത പ്രയോഗങ്ങളും സംസാരങ്ങളും. കീറിയ ഷർട്ട് വിട്ടോട്ട്. എടോ, തന്റെ 1-2 ടീഷർട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ബാക്കി തറവടക്കാൻ എടുത്തേ. അതിന് നിങ്ങളുടെ ആരും ഒന്നും ചോദിക്കാൻ വന്നില്ലല്ലോ. പോയെ അമ്മ. അമ്മ ഇവിടെ ഇല്ല. അമ്മ സൂപ്പർ മാർക്കറ്റിൽ പോയി. തന്നെ വിളിക്കാതെ പോയെ? പാഴ്ചെലവ് ഒഴിവാക്കിയതായിരിക്കും. ശ്രീ, ഞാൻ ഒന്ന് പുറത്തു പോയിട്ട് വരാമേ. എവിടെ പോവാ? ഞാൻ 2-3 പ്രിന്റ് ഔട്ട് എടുക്കാറുണ്ട്. ശ്രീ പറഞ്ഞാ? ഞാൻ പറഞ്ഞില്ല. പറഞ്ഞോ? ഇനിയിപ്പോ ലേറ്റ് ആവും, ഞാൻ പോയിട്ട് വരാം. പറഞ്ഞേ വരാം. കുഴപ്പമില്ല. ഡേ ഞാൻ മൈൻഡ് ചെയ്ത് എന്ത് ഞാൻ മിണ്ടൂലേ ഡേ? അമ്മായി പോവാ. അമ്മായി പോലെ ഇതെവിടുന്ന്? ഈ ബനി എവിടുന്ന്? എവിടെ നിന്നു ചോദിച്ചാ ഇട്ടൊക്കെ കണ്ടില്ലേ? ഇത് ആരുടെ ബനിയത്? ഇതിപ്പോ എന്റെ പനിയാ. ഇതിന് മുമ്പായിരുന്നു. എനിക്ക് ലച്ചു തന്നു. മക്കളെ ലച്ചുമളെ സത്യം പറ. എന്ത്
എപ്പോ മുക്കിയത്? ഞാൻ പൊക്കിയതല്ല. ആ. അതായത് ഉത്തമ, ആ. നമ്മളിവിടെ ഡ്രസ്സൊക്കെ കഴുകാൻ വേണ്ടി എടുത്തപ്പോഴത്തേക്ക് നിന്റെ ആ ടീഷർട്ടും എന്റെ ഡ്രസ്സിന്റെ ഇടയിൽ പെട്ട്. അപ്പൊ എനിക്കത് മനസ്സിലായി നിന്റെയാണെന്ന്. അപ്പൊ നൈസായിട്ട് ഞാൻ അത് കഴുകിയൊക്കെ എടുത്തായിരുന്നു. പിന്നെ നീ അതിനെപ്പറ്റി ചോദിച്ചില്ലല്ലോ. അപ്പൊ ഞാൻ 5-6 തവണ അത് ഉപയോഗിച്ച്. പിന്നെ അമ്മായിക്ക് അത് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാനത് കൊടുത്തു. അമ്മായിക്ക് നല്ല ചേർച്ചയുണ്ടായിരുന്നേ. അമ്മായിക്ക് ചേർച്ചുള്ള കാര്യം അവിടെ നിക്കട്ട്. എപ്പോ ഇട്ട് ഞാൻ കണ്ടില്ലല്ലോ. ആ, അത് ചിലപ്പോ നീ ഇവിടെ ഇല്ലാത്തപ്പോഴായിരിക്കണം ഞാനത് ഇട്ടത്. ഞാൻ ഇല്ലാത്തപ്പോ ഇട്ടു. നന്ദിയുണ്ട്. താങ്ക് യു. വെൽക്കം വെൽക്കം. ബ്ലാക്ക്, റെഡ്, ഡാർക്ക് ഗ്രീൻ. നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയല്ലോ അല്ലേ ടീഷർട്ടൊക്കെ? പക്ഷെ എനിക്കിപ്പോ പുറത്തു പോകണം. പക്ഷെ എനിക്ക് ടീഷർട്ടില്ല. അല്ല വേണ്ട, കേശുവിന് ഡ്രസ് വേണ്ടല്ലോ, ആവശ്യമില്ലല്ലോ. കാരണം എനിക്ക് ടീഷർട്ട് ഇല്ലല്ലോ. എനിക്ക് ഡ്രസ് വേണ്ടല്ലോ. എനിക്ക് ഡ്രസ് വേണ്ടല്ലോ. ഷർട്ടല്ലാത്തപ്പോ പിന്നെ പാണ്ടെന്തിന്? കൊണ്ടുപോയി എല്ലാരും നോക്കും, എല്ലാം നോക്കും. മാമ പോന്ന് പോട്ട് പോയി വിളിച്ചോണ്ട് പോ മാമ. അവൻ അച്ഛനേക്കാൾ കേവലമാണ്. എടാ കേശേ, എന്ത് എവിടെ പോണ്ടാ? എവിടെ പോണ്? ഞാൻ പോണ്. എവിടെ പോണ്? എനിക്ക് dress വേണ്ട, എനിക്ക് ഡ്രസ് വേണ്ട. നീ നില്ല അവിടെ നില്ല. വേണ്ട. നില്ല നില്ല എന്ത്? ഞാൻ പോണ്. മാമൻ വിടുവാമ. മാമൻ വിടുവാ. എവിടെ പോണെന്ന് പറ. ഞാൻ പോണം, എനിക്ക് പോണം. വാ 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 വിടല്, വിടല്. ഞാൻ വരൂല. പോ മാമ. വിട്. എനിക്ക് പോണം. വിട്. എനിക്ക് ഡ്രസ് ഇല്ല. വിട്. എനിക്ക് പോണം. മതി മതി. ഓ